Hi all, welcome back to our new class. Unit 2 Voice in Unison എന്നാണ് നമ്മളെ യൂണിറ്റിൻ്റെ പേര്. രണ്ടാമത്തെ യൂണിറ്റ് ആണ്. സ്ക്രീനിൽ കാണാം കുറേ പേര് ഒരു ഡോഗിനെ ആ ഒരു പുഴയിൽ നിന്ന് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുന്നതാണല്ലേ. എലോങ് വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. ഒറ്റക്കാവുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേങ്കിൽ കൂട്ടത്തിൽ ഒരുപാട് പേരാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ റെയിൻബോ പീപ്പിൾ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഹു സ്റ്റാൻഡ് ടുഗെദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. ഓക്കെ, അപ്പം ദ റെയിൻബോ പീപ്പിൾ, കുറച്ച് ആളുകൾ എന്ത് ചെയ്യാണ്, അവരുടെ സ്ഥലം അവർ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ സ്ഥലം നല്ല പീസ്ഫുള്ളും സേഫും ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതാണ് നമ്മളെ സ്റ്റോറീൻ്റെ തീം എന്ന് പറയുന്നത്. നോക്കാം. ബിനീത് ദ ക്വൈറ്റ് സ്കൈ, വിശാലമായ ആകാശത്തിന് താഴെ, ബിനീത് താഴെ എന്നാണ് അർത്ഥം. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് there was a warm and peaceful village. The villagers were simple and kind hearted. വിശാലമായ ഒരു മണൽപ്പരപ്പിൽ എന്തുണ്ടായിരുന്നു? വാം ആൻഡ് ചൂടുള്ള സമാധാനപരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ സിമ്പിളായിരുന്നു, വളരെ ദയാലുക്കളായിരുന്നു, അതുപോലെ സിമ്പിളായിട്ടുള്ള ആളുകളായിരുന്നു ആ വില്ലേജിൽ ഉണ്ടായിരുന്നത്. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്, അവർ ഇതുവരെ ഒരു ഔട്ട്സൈഡേഴ്സിനെയും കണ്ടിട്ടില്ലായിരുന്നു, മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വൈറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്, അവർ അവരുടെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ലൈഫ് അവരെന്ത് ചെയ്തു, എൻജോയ് ചെയ്ത് ജീവിച്ചു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ അവരുടെ ഇടയിൽ വഴക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കാര്യത്തിനും അവർ വഴക്ക് കൂടിയിരുന്നില്ല. അപ്പോൾ അവർ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നല്ല സൗഹൃദത്തിൽ ജീവിച്ചു. വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. ഒരു നല്ലൊരു രാവിലെ എന്ത് ചെയ്യാണ്, സൂര്യന് ഉദിച്ച് പ്രകാശം ഇങ്ങനെ ഉദിച്ച് ഉയരുകയാണ്, നല്ല ബ്രൈറ്റായിട്ട് വരികയാണ് വൈഡായിട്ടുള്ള ആകാശത്തിൽ. ഓക്കെ, ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്സ്. വില്ലേജേഴ്സ് എന്ത് ചെയ്തു, ഒരുമിച്ച് കൂടി, അവർ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീ, കുറച്ച് ആളുകൾ നീളമുള്ള മരത്തിൻ്റെ താഴെ എന്ത് ചെയ്തു, റെസ്റ്റ് ചെയ്തു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്, കുറച്ച് ആളുകൾ കാലിങ്ങനെ ക്രോസ് ലെഗ്ഡ് ആയിട്ടിരുന്നു, എന്ന് വെച്ചാൽ ചന്ദനപ്പടിയിട്ട് ഇരുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദി ഗ്രൗണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദി സാൻഡ് വിത്ത് സ്റ്റിക്സ്. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദി സാൻഡ് വിത്ത് സ്റ്റിക്ക്, സാൻഡിൽ എന്ത് ചെയ്തു, സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അവർ ഇങ്ങനെ ചിത്രം വരക്കുകയാണ്. ഓക്കെ, ദെൻ ദ സ്ട്രേഞ്ച് ബ്രീസ്, അപരിചിതമായ ഒരു കാറ്റ്. എന്താണ് ആ കാറ്റ് വരുമ്പോൾ സംഭവിക്കുന്നത് നോക്കാം. സഡൻലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു, ഒരു വാം ബ്രീസ്, ഒരു നല്ല കാറ്റ് വീശാണ്. ആ വില്ലേജിലൊട്ടാകെ ഡിഫറെൻ്റ് ആൻഡ് മാജിക്കൽ ആയിരുന്നു ആ ഒരു ബ്രീസ് എന്ന് പറയുന്നത്. എവരിവൺ ലുക്ക്ഡ് അപ്വാർഡ്, എല്ലാവരും മുകളിലേക്ക് നോക്കി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. their eyes widened in wonder. ഇതെന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കണ്ണുകളൊക്കെ ഇങ്ങനെ വിടർന്നു വന്നു. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫാൾ ഫ്രം ദി സ്കൈ ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. കളർഫുൾ ആയിട്ടുള്ള റിബൺസ് എന്ത് ചെയ്യാണ്, ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴേയിലേക്ക് ബട്ടർഫ്ലൈ പറന്ന് വീകുമ്പോൾ, ബട്ടർഫ്ലൈ ചിറകടിക്കുന്നത് പോലെ താഴേക്ക് വീകുകയാണ്. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. ബ്ലൂ റിബൺസ് എന്ത് ചെയ്യാണ്, താഴേയിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. അതുപോലെ റെഡ് വൺസ് എന്താണ്, മാജിക്കൽ ടോപ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വീഴുകയാണ്. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. ഓട്ടം ലീവ്സ് ഇങ്ങനെ വേനൽക്കാലത്ത് ഇലകൾ പൊഴിയുന്നത് പോലെയാണ് യെല്ലോ ലീവ്സ് വരുന്നത്. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ് പോലെ ഗ്രീൻ ലീവ്സും വരുന്നു. ദെൻ റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുതങ്ങളുടെ റിബൺസ് ആണ്. ഓക്കെ, എന്താണ് ആ റിബൺസിന്റെ പ്രത്യേകത നോക്കാം. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ഗ്രാബ്ഡ് ദ റിബൺസ്. വില്ലേജേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ആകാശത്ത് നിന്ന് നമ്മളെ ബ്രീസിന്റെ കൂടെ വന്ന റിബൺസ് എടുക്കുകയാണ്. They tried them
around themselves. The color of the ribbon seemed to spread on their skin. Lily blue ribbon made her resemble the sky. Max red ribbon made him beam like the setting sun. Mia's green ribbon gave her the look of lush green forest. Leo's yellow ribbon made him shine like the sun. They danced and played. It looked like vibrant plums of a peacock. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ ഓരോ റിബൺ എടുത്തു. ആ റിബൺ എടുത്തവർക്ക് അവരുടെ കളറ് ആ റിബണിൻ്റെ കളറായിട്ട് ദേഹം മുഴുവൻ മാറി എന്നാണ് പറയുന്നത്. ലില്ലി ബ്ലൂ കളറായി, അതേപോലെ മാക്സ് റെഡ് കളറായി, മിയ എന്ത് ചെയ്തു, മിയ ഗ്രീൻ കളറായി, അതുപോലെ ലിയോ യെല്ലോ കളറായി മാറി. അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യാണ്, എല്ലാവരും ഭയങ്കര വണ്ടറടിച്ച് ഡാൻസ് ചെയ്യാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻ വെൻ ദേ ടൈഡ് ദ റിബൺ അറൗണ്ട് ദെയർ ബോഡി. അവരുടെ ചുറ്റുള്ള റിബൺ അവരെടുത്തപ്പം എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്? അവർ റിബണിൻ്റെ അതേ കളറായില്ലേ? വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ദിസ് റിബൺ ബ്രിങ് ഇൻ ദ പീപ്പിൾ. എന്തൊക്കെ ചേഞ്ചുകളാണ് ആ ഒരു റിബൺസ് ആളുകളിൽ വരുത്തിയത് എന്നാണ് ചോദ്യം. വാൾസ് ഓഫ് കളേഴ്സ്, കളറിൻ്റെ ചുമരുകൾ, മതിലുകൾ എന്നൊക്കെ പറയാം. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. ഒരു തണുത്ത കാറ്റ് ആ വില്ലേജിലാകെ വീശുകയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസ്. ഐ എം ബ്ലൂ, ലില്ലി ക്രൈഡ്. ഞാൻ ബ്ലൂ ആയി മാറി. ഐ എം റെഡ്, മാക്സ് ഷൗട്ടഡ്. വി look so different, Leo said, frightened. The people, separated by colors, moved to different corners of the village. Max, with his red ribbon, told the red ones who had red ribbons. അപ്പം ഓരോ കളറിലുള്ള ആളുകൾ ഓരോ ഭാഗത്തേക്കായിട്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ട് റെഡ് കളറുള്ള എല്ലാവരും എന്ത് ചെയ്തു? മാക്സിൻ്റെ കൂടെ പോയി. അതുപോലെ ലില്ലീൻ്റെ കൂടെ ബ്ലൂ കളറുള്ള ആളുകൾ പോയി. അതുപോലെ ഗ്രീൻ കളറുള്ള ആളുകൾ ആരുടെ കൂടെ പോയി? Yes, we need to save. The green and yellow group did the same. Each built big walls around their corners. അപ്പോൾ ഈ കളറുകളൊക്കെ ഉള്ള ആളുകൾ ഓരോരോ കോർണേഴ്സിലേക്ക് പോയി. അവരുടെ ചുറ്റും എന്ത് ചെയ്തു? അതേപോലെയുള്ള ഈ മതിലുകൾ വലിയ വാൾസ് അവരുടെ ചുറ്റും തീർക്കപ്പെട്ടു. എ ട്രബിൾ അൺഫോൾഡ്സ്. എന്താണ് പ്രശ്നങ്ങൾ? ചുരുളഴിയാണ് കേട്ടോ. നോക്കാം. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. ഐ ആം ഹംഗ്രി. റെഡ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, പക്ഷേ എന്തില്ല? ഫുഡില്ല. അപ്പോൾ അവർ പറയാണ് ഞങ്ങൾ വിശക്കുന്നുണ്ട്. മാക്സ് കംപ്ലൈൻറ്റ് ചെയ്തു. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡ് ഉണ്ട്, പക്ഷേങ്കിൽ വെള്ളമില്ല. ഐ ആം തേഴ്സ്റ്റി. ഞാൻ വിശന്ന് നിൽക്കുകയാണ്. ലില്ലി പറഞ്ഞു. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് എന്തുണ്ട്? വിറകുണ്ട്, പക്ഷേങ്കിൽ അവർക്ക് അഭയമില്ല, വീടില്ല. വി ആർ വെറ്റ്, മിയ റിപ്പോർട്ടഡ്. ഞങ്ങളെല്ലാവരും നനഞ്ഞിരിക്കുകയാണ് എന്ന് മിയ പറഞ്ഞു. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. ഐ ആം കോൾഡ്. ഞങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ട്, പക്ഷേങ്കിൽ ഞങ്ങൾ എന്താണ്? ഞങ്ങൾക്ക് ഫയർവുഡ് ഇല്ല, എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട് എന്നാരും പറഞ്ഞു? ലിയോ വിറച്ചുകൊണ്ട് പറഞ്ഞു. ലിയോ shivered. The crisis for her surrounded like a chorus. അവരുടെ ചുറ്റുഭാഗത്തുള്ള കരച്ചിൽ ഒരു കോറസ് ആയിട്ട് എന്ത് ചെയ്തു? മുഴങ്ങി കേട്ടു. Hearing the helpless calls, a stranger arrived. Why are you hiding and shouting? He asked. ഇവരുടെ ഈ ഒരു ശബ്ദം കേട്ടിട്ട്, ഇവരുടെ ഈ കരച്ചിൽ കേട്ടിട്ട് ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതനായ മനുഷ്യൻ അങ്ങോട്ടേക്ക് വരികയാണ്. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്. എന്തിനാണ് നിങ്ങളിങ്ങനെ ഒച്ച വെച്ച് കരയുന്നത് എന്നാണ് ചോദിക്കുന്നത്. പാത്ത് വേ ടു യൂണിറ്റിയിലേക്കുള്ള ആ ഒരു പാത്ത് വേ ആണ് പറയുന്നത്. വി ലീവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളേഴ്സ്. ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ കളേഴ്സിന് വേണ്ടിയിട്ടാണ്. സംവൺ റിപ്ലൈഡ്, വി നീഡ് ടു സർവൈവ്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് സർവൈവ് ചെയ്യണം. ലില്ലി സ്പോക്ക് അപ്പ്, വി നീഡ് വാട്ടർ. ഗ്രൂപ്പ് സാഡ് ലൗഡ്ലി, ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്? യെസ്. അപ്പം ലില്ലി പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പോൾ അപ്പുറം പറഞ്ഞു ഞങ്ങൾക്ക് ആരാണ് ഫുഡ് തരാം? The red group asked shelter is essential for us. The green group said we need warmth and the yellow group shouted. അപ്പം ഗ്രീൻ ഗ്രൂപ്പ് എന്ത് പറഞ്ഞു? യെസ്, ഞങ്ങൾക്കും അവരുടെ ആവശ്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യാണ്? ഓരോ ഗ്രൂപ്പിന് ഇല്ലാത്ത എന്തൊക്കെയാണോ അതൊക്കെ ഇങ്ങനെ ആവശ്യങ്ങൾ പറയാണ്.
They all panicked and they hopefully looked at the shining eyes of the stranger. He smiled gently and advised, share what you have. You will be happy. They all panicked. അവരെല്ലാവരും വളരെ പാനിക്ഡ് ആണ്. എന്നിട്ട് അവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി ആ ഒരു സ്ട്രേഞ്ചറിന്റെ കണ്ണിലേക്ക് നോക്കാണ്. ഹി സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്. അദ്ദേഹം ചിരിച്ചു എന്നിട്ട് പറയാണ്, ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ആസ്ക്ഡ് ദ പീപ്പിൾ ടുഗദർ. We cannot, ഞങ്ങൾക്ക് കഴിയില്ല. They said firmly. The stranger smiled and said, sharing is the only way. അപ്പം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല എന്ന് അതിലൊരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഷെയറിംഗ് ആണ് ആകെയുള്ള ഒരു വഴി എന്ന് ആര് പറയാണ്, വന്നിട്ടുള്ള സ്ട്രേഞ്ചർ പറയാണ്. ഡാൻസ് ഓഫ് കളേഴ്സ്, കളേഴ്സിൻ്റെ നൃത്തം, ഡാൻസ് എന്നാണ് പറയുന്നത്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ, വില്ലേജേഴ്സ് പരസ്പരം നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ സ്ലോലി, എന്നിട്ട് അവർ എന്ത് ചെയ്തു, ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് അവർ പറയാണ്, ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്, എന്നിട്ട് അവരുടെ കയ്യിലുള്ളത് അവർ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്, അപ്പോൾ ഒരു മിറാക്കിൾ, മാജിക് അവിടെ സംഭവിച്ചു. Everyone got everything they needed. Slowly happen began to spread in the entire village. ഓക്കെ, സാവധാനം എന്ത് ചെയ്തു, ആ ഒരു സന്തോഷം അല്ലേ അവിടെ ആ വില്ലേജിലാകെ പരന്നു. ദേ പുൾഡ് ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻഡ് ദെയർ റിബൺസ്. അവര് വാൾസ് ഒക്കെ തള്ളി മറിച്ചു അവർ പോന്നു. എന്നിട്ട് അവരുടെ റിബൺസ് കമ്പൈൻ ചെയ്തു, കൂട്ടി യോജിപ്പിച്ചു. ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻ എ ബ്യൂട്ടിഫുൾ റെയിൻബോ. എല്ലാ റിബൺസ് കൂടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ റെയിൻബോ ആയിട്ട് മാറി. എന്നിട്ടോ ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്. ആളുകൾ ആ റെയിൻബോ നോക്കിയിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ദ റെയിൻബോ റിബൺ became a symbol of their newly found unity and joy. The warm breeze returned and the rainbow people felt happy. They lived together in harmony. യെസ്, അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു, ഏറെ കാലം ജീവിച്ചു. The villagers pulled down their walls. What happened? ആളുകളുടെ അവരുടെ ആ വാൾസ് തള്ളി മറിച്ചിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? യെസ്, ടെക്സ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും ഉണ്ട്. അതെന്ത് ചെയ്യുക, തെറ്റാതെ കാണാതെ പഠിക്കുക.